നമുക്കത് അതിന്റെ താഴെ നിന്നാലോ ഇതിന്റെ ആ മരത്തിന്റെ വളരെ കൃത്യനിഷ്ഠയുള്ള മക്കളെ നമ്മളല്ലേ. 12:56 12 മണിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി നമ്മൾ വന്നേക്കണം 12:56. നമ്മളല്ല കാരണം നമ്മള് നേരത്തെ വന്നിട്ടും ചിലവന്മാര് അവന്മാര് കേക്ക് ഓർഡർ ചെയ്ത് ഏതോ ഗുദാമിൽ വിട്ട് അവിടെ നിന്ന് ഇപ്പൊ പൊക്കി എടുത്തോണ്ട് വന്നേക്കുന്നത് 12:56. 1 മണി. പാവം ചെറുക്കനെ നമ്മളാ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞു. എന്തായാലും സർപ്രൈസ് ഒക്കെ അവിടെ നോക്കിയാൽ കാണാം. നമുക്ക് ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. മെയിനായിട്ട് ആദ്യം നമുക്ക് ഷിഫാസിനോട് ചോദിച്ചു. ഷിഗേഷ് ഉറങ്ങുന്ന മാതിരി അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഉറങ്ങുന്നല്ല. പറയൂ എന്താണ്? നിങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് വരണം നായക്കളെ. അതെ. ഓ റൂമിലേക്ക് അല്ല, അത് നിങ്ങള് എന്തിനു പോയതായിരുന്നു? നിങ്ങൾ എന്ത് വേണ്ട ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ? നിങ്ങള് കുത്തപ്പാടിയിൽ വന്ന എത്ര മണിക്ക്? നിങ്ങള് സാധനങ്ങൾ മേടിക്കുക, കേക്ക് മേടിച്ചിട്ട് വരാം. കേക്ക് കഴിച്ചിട്ടില്ല. അതിനൊക്കെ കാരണാരാ? അവരെ ഞാൻ നാളാവട്ടെ. ഇന്നിപ്പോ പറഞ്ഞ ശരിയാവില്ല, നാളാവട്ടെ. സൗണ്ട് കേൾക്കും. എനിക്ക് കോള് വരും ഇപ്പൊ. വിളിക്ക്. ഞാൻ മാറി കൂടെ ഉണ്ടാവണ്ട. കോളെടുക്കുന്നില്ല. ആരില്ല. ഞാൻ പെങ്ങളെ വിട്ട് പോയതാടാ. ഇവിടെ തൃശ്ശൂര് തിരിച്ചു വരികയായിരുന്നു. ഞാൻ ഈ കൊരട്ടി ഭാഗത്തോടെയോ ഉണ്ട്. കൊരട്ടിൻ്റെ ബോർഡ് എന്തോ ഉണ്ടായിരുന്നു, ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ ബോർഡ്. ലൊക്കേഷൻ ഇങ്ങോട്ട് വരുമോ? ആർക്കും മനസ്സിലാവില്ല. കാരോനറിയില്ല. ഒളിച്ചിക്ക് 10 പേരുണ്ടോ? അടുത്തത് അതിന്റെ മുകളിലാ ഡിക്കിയിലൊക്കെ ഒളിച്ചിക്കണ്. എബിന് വേക്കുന്നത് ഞാനും സഹായിക്കണോ? നോക്കിയ നമ്മ കാറ് കയറി കുത്തിരിക്കടാ. എടാ 6 വീലിൽ ഒച്ച കേട്ടോ ഓടിക്കോണ്ടിയേ. ആ ഒച്ച കേട്ടു. ആ കാല് കൈ എബിനെത്തിയോ? അതാണ് എബിൻ. എടാ ഇവിടെ വിളിച്ചിക്ക വാ. ഓടി വാ. ആക്ഷൻ അന്റെ ആക്ഷൻ. എടാ ഒരാള് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ എടാ പോപ്പര് പൊട്ടി ചീറ്റിയാലേ ബീച്ചിനെ പിന്നെ ജന്മത്തി റോളാവേ. എടാ ഇങ്ങനെ എങ്ങനെ എടാ തിരിക്കായില്ല, ടൈമായില്ല. എന്തൊരു അഭിനയാന്നറിയോ? ആക്ടിങ് ായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഫഷണാലിറ്റി പറഞ്ഞതാണ്. എവിടുന്നാണ് ഏത് മൂലക്കെന്നാണ് നമ്മള് ബർത്ത്ഡേക്കാരെ വരികയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ വാച്ചിങ് ആണ്. അവിടെ നമ്മളെ കഥാനായകൻ അവിടെ ഇപ്പം ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ സിറ്റിംഗ് ആണ്, ഭയങ്കര ആക്ടിങ്ങിലാണ്. പിന്നെ കുറച്ച് ടീം കാറിലുണ്ട്. അളക്കി
ഒന്ന് വെയിറ്റ് ചെയ്യാ, പാവം ചിക്കൻ, ഒന്ന് വെയിറ്റ് ചെയ്യാ. ഇനി റോഡെല്ലാം ക്ലീൻ ആക്കേണ്ടതാണ്. ഫസ്റ്റ് എടുത്തോണ്ടായതാ. ലാഭമല്ലോ. അതെനിക്ക് തോന്നി കള്ളാന്ന്. പക്ഷെ ഇവിടെ വന്ന് ഇവന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോ പെട്ടോ എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്തോണ്ട് വന്നേ. ലുക്കിൽ വന്ന് അതിന്റെ അടി വെക്കടാ വേറെ. ഇതുവരെ അടിച്ചിട്ടില്ല. എന്തിനാണ് അവനിങ്ങനെ കൊടുക്കുന്നത്? കറക്റ്റ് ടൈമിന് കൂട്ടി. ഇനി എനിക്ക് വെച്ചെടുക്കും കാണണം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആൽഫ്രണ്ടിലൊക്കെ റോട്ടിൽ വലിച്ചിട്ടാ. ലൈക്ക് ദിസ്. ഹാപ്പി ബർത്ത്ഡേ. ഫോട്ടോ എടുത്തോ? ബാഡ് ബോയ് ഫോട്ടോ ഭയങ്കരമായിട്ടും സന്തോഷമായി. എത്ര ആൾക്കാർ വരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. നീ അവിടെ വന്ന് നിൽക്കുമ്പോ ഒരു കത്തിക്കുത്ത് അപ്പൊ പിടിച്ചടിപ്പിക്കാൻ വരുന്നവര് നമ്മള് അതെന്താ പറഞ്ഞ കിട്ടിയാണ്? ഇതന്നെ പറഞ്ഞേ